വാർത്തകൾ അല്ലേ, വാർത്തകളെക്കുറിച്ച് പറയുമ്പോൾ മിക്കവാറും എല്ലാവരും തന്നെ എല്ലാ ദിവസത്തെയും വാർത്ത ഏതെങ്കിലും മാധ്യമങ്ങൾ വഴി നമ്മൾ കേൾക്കാറുള്ളതാണ്, അറിയണം അല്ലേ. നമുക്ക് തീർച്ചയായിട്ടും വാർത്തകൾ അറിയാനുള്ളതാണല്ലോ. അപ്പം ഇന്ന് ഞാനിങ്ങനെ ന്യൂസ് വെച്ചപ്പോൾ കണ്ടത് ഈ നമ്മുടെ വയനാട്ടിലെ ദുരിതബാധിതർ, ആ ദുരന്തം നേരിട്ട ആളുകളുടെ സമരത്തെക്കുറിച്ചാണ്. അത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ 1 വർഷം ആകാൻ പോകുന്നു അല്ലേ. ഇനി ഏതാനും മാസങ്ങൾ കൂടെ കഴിയുമ്പോൾ 1 വർഷമാകും ഈ ദുരന്തം ഉണ്ടായിട്ട്. ഇത്രയും നാളായിട്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടാവും അല്ലേ. ചിലർക്ക് അച്ഛനെ നഷ്ടപ്പെട്ട്, അമ്മയെ നഷ്ടപ്പെട്ട് അല്ലേ. അങ്ങനെ ഓരോരുത്തരെ നഷ്ടപ്പെട്ട് ഇരിക്കുന്നവരായിരിക്കും. അവരുടെ ജീവിതം ഇപ്പം നമ്മൾ പറയും എന്താ, അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികളെ ദത്തെടുക്കുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനത്തിലേക്ക് മാറ്റുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതേപോലുള്ള അവസ്ഥയിലുള്ള പല ആളുകളുണ്ട് ഇല്ലേ. മക്കളെ നഷ്ടപ്പെട്ടവരുണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. അപ്പം അവരൊക്കെ എന്തെല്ലാം പ്രതീക്ഷയോടുകൂടിയായിരിക്കും ഇരുന്നത്. കാരണം അതുപോലെ കോടികളാണ് ഗവൺമെൻറ്റിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ ഈ സമരത്തെക്കുറിച്ച് അറിയുന്ന ഓരോ മനുഷ്യരും നിസ്സാരം 1 രൂപ ആ ഫണ്ടിലേക്ക് നൽകിയിട്ടുള്ള ആൾ മുതൽ കോടികൾ നൽകിയിട്ടുള്ളവർ വരെ വിഷമിക്കും ഇല്ലേ. കാരണം ഒരു ഫലവുമില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. എന്താണ് അടിസ്ഥാനമായിട്ട് വേണ്ടത്? അതവർക്ക് കിട്ടുന്നുണ്ടോ? ഈ കുറച്ച് നാളിന് മുമ്പ് എന്താണ് അവർക്ക് കൊടുക്കുന്ന ഫുഡ് ഐറ്റംസിൽ ഉണ്ടാകുന്ന പുഴു, മോശമായ സാധനങ്ങൾ, അതിനെക്കുറിച്ച് വാർത്ത വന്നിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്നത് അവരെ താമസിപ്പിക്കാനുള്ള സൗകര്യമില്ലാത്തത്. എന്തുകൊണ്ട് ഇതൊക്കെ നടക്കുന്നില്ല? അതായത് പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ. ആ കാര്യങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്രയും അലംഭാവം ഉണ്ടാകുന്നു? ഈ ദുരന്തം അനുഭവിച്ചവർ ഒരു സമരത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു മോശമായ കാര്യമല്ലേ. അവർക്ക് വേറെ എങ്ങൊന്നും വേണ്ട, അവർക്ക് വേണ്ടിയിട്ട് കോടികൾ വന്ന് കിടപ്പുണ്ട്. അതിനകത്തൊന്നും മതി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അല്ലേ. അപ്പം എല്ലാവരും പറയാം അതിൽ നൂലാമാലകൾ. എന്ത് നൂലാമാലകൾ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്? എല്ലാം മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നല്ലതുണ്ടാവണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നല്ല കാര്യങ്ങളാണോ ഉണ്ടാകുന്നത്? ഏറ്റവും വേദനയിൽ കഴിയുന്ന ആളുകൾ വീണ്ടും അവർ ഒത്തുചേർന്ന് സമരം ചെയ്ത് തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. കൂനിന്മേൽ കുരു എന്ന് പറയുന്ന പോലുള്ള അവസ്ഥ അല്ലേ. എന്താണിതിൽ? എവിടെയാണ് തെറ്റുപറ്റിയത്? എന്തുകൊണ്ട് താമസം ഉണ്ടാകുന്നു? വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കാണ് ഇവരുടെയൊക്കെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ ഏത് ആൾക്കാർക്കാണെങ്കിലും ഒരാവശ്യം വന്നാൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്തില്ലേ. പിന്നെ ഇവരുടെ കാര്യങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്രയും താമസം ഉണ്ടാകുന്നു? എവിടെയാണ് പിഴവ് വരുന്നത്? അവരിനി എന്താണ് ചെയ്യേണ്ടത്? നമ്മളെല്ലാ മലയാളികളും അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. നമ്മളുടെ സ്വന്തമാണ്, നമ്മുടെ നാട്ടിൽ നടന്ന കാര്യമാണ്. അപ്പം നമ്മൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എല്ലാവരോടും സഹായം അഭ്യർത്ഥിച്ചു, എല്ലാവർക്കും കഴിവിൻ്റെ പരമാവധി കൊടുത്തു. പക്ഷേ അത് വിനിയോഗിക്കുന്നില്ല. എവിടെയാണ്? ആ മനസ്സുകളെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. വേറെ ഒന്നും പറയുന്നില്ല. നല്ല വിഷമം തോന്നിയിട്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. ഇതേ വിഷമം പലർക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ മനസ്സുകൾക്ക് ഇങ്ങനെ വിഷമിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ശരിയല്ലേ?